ഈ വേൾഡ് കപ്പിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വേൾഡ് കപ്പിലെ നല്ലൊരു മണി ഫ്ലോ സംഭവിക്കുന്ന ഒരു ടൂർണമെൻ്റാണ് വേൾഡ് കപ്പ്. അപ്പോൾ വേൾഡ് കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ഹയസ്റ്റ് പെയ്ഡ് മാനേജേഴ്സ് ആരാണെന്ന് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നു. അപ്പോൾ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ബ്രസീലിൻ്റെ കൊച്ചായിട്ടുള്ള ആഞ്ചലോട്ടിയാണ്. ആഞ്ചലോട്ടിക്ക് ഏകദേശം 10 മില്യണാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ ജൂലിയൻ നഗൽസ്മാനാണ്. ജർമ്മനിയുടെ കോച്ചായിട്ടുള്ള നഗൽസ്മാൻ ഏകദേശം 7 മില്യണാണ് ജർമ്മനി പേ ചെയ്യുന്നത്. മൂന്നാമത് വരുന്നത് പോച്ചറ്റീനാണ്. ലിസ്റ്റിൽ മൂന്നാമത്തെ പോച്ചറ്റീനൊക്കെ എത്താൻ കഴിഞ്ഞെന്നുള്ളത് വലിയൊരു ഇത് തന്നെയാണ്. USA കോച്ചായിട്ട് നിൽക്കുമ്പോൾ 6 മില്യണാണ് USA പോച്ചറ്റീനൊക്കെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നാലാമത് വരുന്നത് ഹുസൈനാണ്. ഹുസൈനിൻ്റെ 5.8 മില്യണാണ് സാലറി ആയിട്ട് ചെയ്യുന്നത്. പിന്നെ അഞ്ചാമതുള്ളതാണ് നമ്മളെ ഈ ലിസ്റ്റിലെ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരാൾ, ഉസ്ബെക്കിസ്ഥാൻ്റെ മാനേജറായിട്ടുള്ള കനവാരൊക്കെ ഏജൻ്റായിട്ടുള്ള കനവാരൊക്കെ ഏകദേശം 4 മില്യണാണ് ഉസ്ബെക്കിസ്ഥാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനി വേൾഡ് കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ കൊളംബിയക്കെതിരെ 1-3 തോൽക്കുകയും പിന്നെ പോർച്ചുഗലിനെതിരെയും എല്ലാ 5 ഗോളുകൾക്കൊക്കെ പരാജയപ്പെടുകയാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ അകത്തുള്ളത്. ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വേൾഡ് കപ്പിലേക്ക് എൻട്രി കിട്ടിയെന്നത് തന്നെ നല്ലൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പിന്നെ വരുന്നത് മാർട്ടിനസാണ്. പോർച്ചുഗലിൻ്റെ മാനേജർ 4 മില്യണാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് ഫ്രാൻസിലെ ദശാംശം. വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ഈ കോച്ച് 3.8 മില്യണേ ഉള്ളൂ എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പിന്നെ 8ാമത്തെ വരുന്നത് കൂമാനാണ്. നെതർലാൻഡ്സിനുള്ളതായിട്ടുള്ള കോച്ചായിട്ടുള്ള കൂമാൻ 3 മില്യൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അതുപോലെ ബിയൽസ ഏകദേശം ഈ വേൾഡ് കപ്പോട് കൂടി ഔട്ട് ആവുന്നുള്ള ഒരു സിറ്റുവേഷനാണ്. ബിയൽസ ഇതായിട്ട് വാൽവർഡ് അടക്കമുള്ള പ്ലേയേഴ്സിനൊക്കെ ഭയങ്കര എതിരഭിപ്രായം ഉണ്ടെന്നാണ് നിലവിൽ പുറത്തുവരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 ലാസ്റ്റ് ഇയറിലാണ് മെക്സിക്കോയുടെ അഗ്യൂറെ 2.5 മില്യണാണ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ കാണാത്തൊരു കോച്ചാണ് ഡാനിയൽ സ്കലോണി. അർജന്റീനയുടെ വേൾഡ് കപ്പ് വിന്നറായിട്ടുള്ള ഈ കോച്ചിനെ ഈ ടോപ്പ് 10 പോലും കാണാനില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക.